ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ? അപ്പോൾ ഞങ്ങളിന്ന് ഉച്ച കഴിഞ്ഞിട്ട് ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഉച്ച കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. ഇതിങ്ങനെ അറ്റ് ഹോം എന്ന് പറയുന്ന ഒരു കടയാണ്, ഹോം ഡെക്കറിന് വേണ്ടിയിട്ടുള്ള ഒരു കടയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ട്രീ ഉണ്ട്, പക്ഷെ അത് കുറച്ച് പഴയതാണ്, പിന്നെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടൊന്നത് മാറ്റി വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ മുന്നിൽ കാണുന്നില്ലേ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളറുള്ള ട്രീ? അതാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. എനിക്ക് അതാണ് ഉള്ളതിൽ വെച്ച് ഇഷ്ടപ്പെട്ടത്. അപ്പം അതിൻ്റെ നമ്പർ ഉണ്ട്, നമ്മളത് കാർട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ട്രീയുടെ അടിയിൽ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീ സ്കേർട്ട് എടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ഒരെണ്ണമാണ് കേട്ടോ ഞങ്ങളെടുത്തത്. ഈ കട ഇതുപോലെ തന്നെ ഹോം ഡെക്കറിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു കടയാണ്. ഇവിടെ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഒത്തിരി ഓർണമെൻറ്റ്സും ഓരോ കളർ തീമിനനുസരിച്ചുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. കണ്ടാൽ നമുക്ക് കടയിൽ നിന്ന് പോരാൻ തോന്നില്ല. എനിക്കിങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഒന്നും വാങ്ങിയില്ലെങ്കിലും ചുമ്മാ ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു കടയിലൊക്കെ വന്നിട്ട് ഒരുപാട് കാലമായി. എനിക്കൊന്ന് ഒരു വർഷത്തോളമായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കടയിലൊക്കെ നമ്മൾ വന്നിട്ട്. നമ്മൾ ട്രീയിൽ ഏറ്റവും മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറും അതുപോലെ തന്നെ എൽഫിൻ്റെ ഒരു ഓർണമെൻറ്റ് വാങ്ങിയത് ആരോണിൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, സിൽവർ കളറിലുള്ള ഓർണമെൻറ്റ്സ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ കളേഴ്സിലുള്ള ഓർണമെൻറ്റ്സിൻ്റെ നമ്മുടെ ട്രീയിലേക്ക് ഏത് വേണോ, അതായത് ജിഞ്ചർ ബ്രെഡ് ഹൗസാണ്, ആ തീമാണ് കേട്ടോ ഇത്. ആ ജിഞ്ചർ ബ്രെഡ് ഹൗസിൻ്റെ തന്നെ തീമിലുള്ള ഓർണമെൻറ്റ്സ് ഉണ്ട്. ട്രീയിൽ തൂക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അവിടെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് ക്യാൻഡി കെയിൻ, ആ തീമിലുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ക്യൂട്ടായിട്ടുള്ള 2 ഓർണമെൻറ്റ്സ് എടുത്തോട്ടോ. എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണോ, ഏത് കളറ് വേണോ എല്ലാം ഇവിടെ കിട്ടും. ഇവിടെയും അതുപോലെ തന്നെ കാനഡയിലൊക്കെ ഈ സീസൺ അറിയപ്പെടുന്നത് തന്നെ ഹോളിഡേ സീസൺ എന്നാണ്. അതായത് താങ്ക്സ് ഗിവിങ് മുതൽ ന്യൂ ഇയർ വരെയുള്ള സീസൺ അറിയപ്പെടുന്നത് തന്നെ ഒരു ഹോളിഡേ സീസൺ എന്നാണ്. എന്ന് വെച്ചാൽ എല്ലാവരും അവനവൻ്റെ ഹോം ടൗണിലേക്ക് അല്ലെങ്കിൽ ഫാമിലിയുടെ ഒപ്പം സ്പെൻഡ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു സമയം കൂടെയാണ്. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷത്തിൻ്റെ സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. എല്ലാവരും പരസ്പരം ഗിഫ്റ്റൊക്കെ കൈമാറും ക്രിസ്മസിന്. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരും അങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ താങ്ക്സ് ഗിവിങ്ങിന് എല്ലാം ഒരു ഫാമിലി ഗ്യാതറിങ്ങും വലിയൊരു ഫീസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു സമയം കൂടിയാണ്. ഏത് കടയിൽ ചെന്നാലും നമുക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ഗിഫ്റ്റുകളും അതുപോലെ ക്രിസ്മസ് ഡെക്കറും ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഭംഗിയാണ് എല്ലാ കടകളും ഈ സമയത്ത് കാണാനായിട്ട്. ഓരോ കടയിലും ഓരോ ടൈപ്പിലുള്ള ഡെക്കറായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളും ട്രീയിലിടാനുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. വേറെ കൂടുതലായിട്ടൊന്നും വാങ്ങിയില്ല, അതെല്ലാം നമ്മൾ കാറിൽ വെച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ ട്രീ വെക്കുന്ന ഒരു വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറേയും കൂടെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളൊരു ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോവുകയാണ്. കാരണം അവൻ പെട്ടെന്ന് വലുതാവുന്നു, അവന് പെട്ടെന്ന് പൊക്കം വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ പാൻറ്റൊക്കെ ചെറുതായി. അപ്പോൾ അവന് പാൻറ് എടുക്കാനും പാൻസും ടീഷർട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇത് ഞാൻ ചുമ്മാ കാണിച്ചതേ ഉള്ളൂ, ഞാനതൊന്നും വാങ്ങാൻ പോയില്ല. ആകെ ആരോണ് മാത്രമാണ് എടുത്തുള്ളൂ. ഇവിടെയും ഇതുപോലെ തന്നെ ക്രിസ്മസ് ട്രീസൊക്കെ ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ എന്ത് ഭംഗിയല്ലേ. പിന്നെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഈ കൊല്ലാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത്, കറുത്ത ക്രിസ്മസ് ട്രീയും കൂടെ ഉണ്ട്. ബ്ലാക്ക് കളറിലുള്ള ക്രിസ്മസ് ട്രീയിൽ ഡെക്കറൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരോണുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യുകയാണ്. അവന് വീട്ടിലിടാനായിട്ടുള്ള ഡ്രസ്സുകളാണ് മെയിനായിട്ട് എടുക്കുന്നത്. കാരണം ഇപ്പോൾ എന്തായാലും വീട്ടിലാണല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഡ്രസ്സ് കഴുകാൻ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ നമുക്കത് ഡ്രയറിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ വാങ്ങിച്ച ഡ്രസ്സെല്ലാം കഴുകിയെടുക്കാം. നമ്മൾ പുതിയ ഡ്രസ്സ് എന്ത് വാങ്ങിയാലും കഴുകിയിട്ടാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മളത് ഡ്രയറിലിടുകയാണ്. ഇവിടെ ഇങ്ങനെ ഡ്രയറിലാണ് കേട്ടോ ഉണക്കുക, കാരണം ഇവിടെ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ ഡ്രയറിലിടുമ്പോൾ കൂടെ 2 ഡ്രയർ ഷീറ്റും കൂടെ ഇടാറുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഡ്രസ്സിനൊക്കെ ഒരു സോഫ്റ്റ് ആവും, പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രയർ ഷീറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഡ്രയർ ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ഈ കാണുന്നതൊക്കെയാണ് കേട്ടോ ആരോണ് വാങ്ങിയത്. ഇതെല്ലാം കഴുകാനിട്ടിട്ട് നമുക്കിന്ന് കുറച്ചധികം പണിയുള്ള ദിവസമാണ്. കാരണം ഇന്ന് വൈൻ ഇട്ട് വെക്കണമെന്ന് വിചാരിക്കേണ്ടത് ഓൾറെഡി കുറച്ച് വൈകിയെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലം അങ്ങനെ വൈൻ ഇടാറുണ്ട്.
അപ്പോൾ വൈനിടണം. പിന്നെ എന്താ പറയുക, ഗുലാബ് ജാമുൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തേക്കുള്ള ഡിന്നറും ഉണ്ടാക്കണം. കാരണം ഡിന്നറിന് പ്രത്യേകിച്ചൊന്നും ഇരിപ്പില്ല. ഉച്ചയ്ക്ക് ചോറിനുള്ള കറിയെല്ലാം തീർന്നു. അപ്പോൾ നമുക്കിനി വൈകിട്ടത്തേക്കുള്ള ഡിന്നറും കൂടെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കഴുകാനെല്ലാം ഇട്ടിട്ട് അതിനുള്ള പരിപാടികൾ നോക്കാം. ഇനി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിവിടെ പാൽക്കട്ടി, അതായത് ഖോയ വെച്ചിട്ടാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പാൽക്കട്ടി വെച്ചിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പാൽക്കട്ടി വാങ്ങാൻ കിട്ടുമെങ്കിൽ ഇത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. കാരണം നമ്മളെല്ലാവരും ഇൻസ്റ്റൻറ്റ് മിക്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പാൽപ്പൊടിയൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും അല്ലേ. പക്ഷേ അതിനേക്കാളൊക്കെ സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ പാൽ കട്ടി വെച്ചിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ. ഞാൻ ഒരു എന്താ പറയുക, ഒരു ബ്ലോഗിലോ എന്തോ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് ഉണ്ടാക്കി തുടങ്ങി പിന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് മിക്സോ പാൽപ്പൊടിയോ ഒന്നും വെച്ചിട്ട് പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഗുലാബ് ജാമുനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മൈദ ചേർത്തു, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറേശ്ശെ പാല്, ചെറു ചൂടുള്ള പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇതുണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനെങ്ങനെ ഒരുപാട് ചപ്പാത്തി മാവൊക്കെ ഇട്ട് കുഴയ്ക്കുമ്പോൾ കുഴച്ച് അതിനെ പരുവാക്കരുത്. അതിങ്ങനെ സോഫ്റ്റായിട്ട് കുഴയ്ക്കാനേ പാടുള്ളൂ. ഒരുപാട് കുഴച്ച് നമ്മളതിനെ ഒരുപാട് നല്ല കട്ടിയിലൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുലാബ് ജാമുൻ ഭയങ്കര ഹാർഡായിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് വരുത്തിയാൽ മതി. എന്നിട്ട് നമ്മൾ ഉരുട്ടി എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതുവരെ അങ്ങനെ ക്രാക്കൊക്കെ വീഴാറുണ്ട്, പക്ഷെ അങ്ങനെ പൊട്ടിപ്പോവൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഞങ്ങൾ കുറച്ച് മധുരപ്രിയരാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മധുരം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നും. അപ്പം നമ്മൾ അങ്ങനെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അങ്ങനെ പുറത്തുനിന്ന് വാങ്ങാറില്ല മധുരങ്ങൾ അങ്ങനെ സാധാരണയായിട്ട്. പിന്നെ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലാണ് കേട്ടോ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ എല്ലാം തന്നെ വീട്ടിലുണ്ടാക്കുകയാണ് പതിവ്. പിന്നെ ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ഗുലാബ് ജാമുൻ ഇതുപോലെ പാൽക്കട്ടി വെച്ചിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത് ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ പഞ്ചസാരപ്പാനി നമ്മൾ കുറച്ച് ചൂടോടുകൂടി റെഡിയായിരുന്നാലേ നമ്മൾ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെറു ചൂടോട് കൂടിയിട്ടാണ് പഞ്ചസാരപ്പാനിയിലേക്ക് ഇടേണ്ടത്. അതായത് പഞ്ചസാരപ്പാനിക്കും ചെറു ചൂടുണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മൾ അത് നേരത്തെ തന്നെ അങ്ങ് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇട്ടിരിക്കുന്നത് ഏലക്ക പൊടിച്ചത് മാത്രമാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഗുലാബ് ജാമുൻ ഇപ്പുറത്തെ അടുപ്പിൽ വറുത്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ട്, അതിനകത്താണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്താ പറയുക, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും ഇരുമ്പിൻ്റെ എന്താ പറയുക അപ്പം ഉണ്ടാക്കുന്നതല്ല, ദോശ ഉണ്ടാക്കുന്ന പാനൊക്കെ എവിടെ നിന്നാണ് എന്താണെന്നൊക്കെ അതിനെക്കുറിച്ച് കുറേ ഡൗട്ടുകളൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അതിനെല്ലാം വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എന്താ പറയുക പഞ്ചസാരപ്പാനി ഏകദേശം ഒരു കട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുങ്കുമപ്പൂവിൻ്റെ 2 ഇതളിടുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലേവർ കിട്ടും. സാധാരണ നമുക്ക് ഇതിനകത്തേക്ക് റോസ് എസൻസ് ചേർക്കാം. അപ്പോൾ റോസ് എസൻസ് ചേർക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഗുലാബ് ജാമുൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുകയെന്ന് പറയാം. പക്ഷേ എനിക്കിങ്ങനെ എസൻസ് ഒക്കെ ചേർക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അതൊക്കെ അത്ര സിന്തറ്റിക് അല്ലേ, അപ്പോൾ അത്ര നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ എസൻസ് ഒന്നും പരമാവധി ഉപയോഗിക്കാറില്ല. പണ്ടൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ എസൻസ് ഒക്കെ ഉപയോഗിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊന്നും അത്ര വിവരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷെ ഞാൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒഴിവാക്കാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ വറുക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം, എങ്കിലാണ് എല്ലാ സൈഡും ഒരേപോലെ ആവുള്ളൂ. എന്നിട്ട് അത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ചൂടുള്ള പഞ്ചസാര പാനിയിലേക്ക് ചേർക്കാം. അപ്പോഴേക്കും പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ബാച്ചും കൂടെ ആയി കഴിയുമ്പോഴേക്കും നമ്മുടെ ഗുലാബ് ജാമുൻ ഏകദേശം റെഡിയായി. അപ്പോൾ നമ്മളെല്ലാം വറുത്തെടുത്തതെല്ലാം രണ്ടാമത്തെ തവണ വറുത്തെടുത്തതിന് ഇച്ചിരി കളറ് കൂടുതലായി പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
പക്ഷെ എന്നാലും കരിഞ്ഞൊന്നും പോയിട്ടില്ല. വെള്ളത്തിലൊക്കെ പഞ്ചസാരപ്പാനി എല്ലാം സോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഈസ്റ്റ് ചെറു ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചതാണ് ഫസ്റ്റ് തന്നെ. പിന്നീട് നമുക്ക് മുന്തിരി ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കാരണം ഇവിടെ കിട്ടുന്ന ഈ മുന്തിരി ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് സീഡ്ലെസ് ആണ്, അതുപോലെ തന്നെ നല്ല കറുത്ത മുന്തിരിയാണ്. അപ്പോൾ തൊണ്ടിന് നല്ല കട്ടിയാണ്. അപ്പോൾ പപ്പ പറഞ്ഞു അതൊന്നും ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇടുന്നതായിരിക്കും നല്ലതെന്ന്. ഇത് പപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ. പപ്പ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് വൈനൊക്കെ ഇട്ട് തരാറുണ്ട്. അപ്പോൾ പപ്പയുടെ റെസിപ്പിയാണ് ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. പപ്പ ഒരുപാട് വൈനൊക്കെ ഇടാറുള്ള ആളാണ്. നാട്ടിലാണെങ്കിലും ചാമ്പയ്ക്ക കൊണ്ടും നെല്ലിക്ക കൊണ്ടും അങ്ങനെ പലതരം വെറൈറ്റി വൈനുകളൊക്കെ ഇടാറുണ്ട് പപ്പ. നാട്ടിൽ പോകുമ്പോൾ നമുക്കതൊക്കെ കുടിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പപ്പ പറഞ്ഞ പോലെയാണ് കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു ലെയർ മുന്തിരി ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇട്ട ശേഷം നമ്മൾ ഗ്രാമ്പൂ, പട്ട, ഏലക്കായൊക്കെ കുറേശ്ശെ ഇട്ടു. പിന്നെ കുറച്ച് ഗോതമ്പ് തൂവിയിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഇട്ടു. പിന്നെ അടുത്ത ലെയറിലേക്ക് വീണ്ടും ഇങ്ങനെ മുന്തിരി ക്രഷ് ചെയ്തിട്ടിട്ട് വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ലെയറുകൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു തവണ ഞാൻ പൈനാപ്പിളിൻ്റെ തൊണ്ട് വെച്ചിട്ട് വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വൈനായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ എനിക്ക് പൈനാപ്പിൾ കൊണ്ട് വൈൻ ഉണ്ടാക്കണമെന്നുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ അതും കൂടെ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതിന് ഒരുപാട് ദിവസങ്ങളൊന്നും വേണ്ട. അപ്പോൾ മുന്തിരി ആവാൻ കുറച്ചും കൂടെ ദിവസം ഇരിക്കുന്നത് നല്ലതാണെന്ന് പപ്പ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ ഇട്ടത്. സമയം കിട്ടുവാണെങ്കിൽ ഒരു പൈനാപ്പിൾ വൈനും കൂടെ ഇട്ടിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചില്ലിൻ്റെ കുപ്പിയിൽ ഇട്ടിട്ട് ഒരു കബോർഡിൽ അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ആ കബോർഡ് അങ്ങനെ എപ്പോഴൊന്നും അങ്ങനെ തുറക്കില്ല. അപ്പോൾ ഇരുട്ടുള്ള സ്ഥലത്ത് വെക്കണം എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അത് അവിടെ ഭദ്രമായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഉള്ള പാത്രമൊക്കെ ഒന്നങ്ങ് കഴുകിയെടുക്കാം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഡിന്നറിനുള്ള പരിപാടികൾ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സവാള അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. എല്ലാവരും വിചാരിക്കും പനീർ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടല്ലേന്ന്. പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞങ്ങൾ സാധാരണ ഡിന്നർ പെട്ടെന്ന് തന്നെ കഴിക്കാറുള്ളവരാണ്. അപ്പോൾ ഇന്ന് തന്നെ ഇച്ചിരി ഇതെല്ലാം കൊണ്ട് കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവ് ഒന്ന് കുഴച്ച് വെക്കാം. കാരണം അത് കുഴച്ച് വെച്ച് ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി പരത്തിയെടുക്കാം. അപ്പോൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എല്ലാവരും കുഴക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകതകളൊന്നുമില്ല. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് നേരം മൂടി വെക്കും. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുക. അപ്പോൾ ചപ്പാത്തി മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. അതേസമയം 2 തക്കാളി ഇവിടെ ബ്ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10 മിനിറ്റ് ചെറു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാഷ്യൂനട്ട്. അപ്പോഴേക്കും അത് സോക്കായി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഒക്കെ കൂടുതൽ മാക്സിമം വന്നാൽ. അപ്പോൾ ഇത് നല്ലപോലെ ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ എന്തോരം അത് കൂടുതൽ ചേർക്കുന്നതോറും കൂടുതൽ ടേസ്റ്റാണ്. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പോൾ ഒരു മിക്സിയിലേക്ക് നമുക്ക് ആ ബ്ലാൻഡ് ചെയ്ത് വെച്ച തക്കാളി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനീ ഉണ്ടാക്കുന്ന പനീർ ബട്ടർ മസാലയിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ പനീർ ഞാനിവിടെ ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഞങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടുന്ന പനീറാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ബ്ലാൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൊണ്ട് അരച്ചെടുത്ത പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ വഴണ്ടി കഴിയുമ്പോൾ നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. ആകെ 3 പൊടികൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല. ഇത്രയും 3 പൊടികൾ മാത്രമാണ് കേട്ടോ. മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. ഞാൻ മല്ലിപ്പൊടി ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. ഇത് പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പനീർ ബട്ടർ മസാലയാണ്. അല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിപ്പൊടിയൊക്കെ ചേർത്തും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതിനകത്തേക്ക് നമ്മൾ അരച്ചെടുത്ത കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വഴറ്റി ആ മിക്സി കഴുകിയ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ വെള്ളമയായത്. അത് നന്നായിട്ടൊന്ന് വഴൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് പാകത്തിനായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിവിടെ ഇങ്ങനെ ഒരുപാട് ചാറായിട്ടുള്ള കറിയായിട്ട് വെക്കാറില്ല.
കാരണം ഇവിടെ എല്ലാവർക്കും ഇച്ചിരി കുറുകിയതാണ് ഇഷ്ടം. അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. എണ്ണയെല്ലാം പുറത്തിങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ ഉപ്പും പിന്നെ കുറച്ച് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുത്തു. അതൊരു പ്രത്യേക ടേസ്റ്റ് തരും. അതുപോലെ തന്നെ ഒരു ശകലം പഞ്ചസാര. ഇങ്ങനെ ബട്ടർ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മധുരം ഇങ്ങോട്ട് കൂടിയതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളിപ്പോൾ ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം ഗ്രേവി റെഡിയായി. ക്രീമും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് കസൂരി മേത്തി, അതായത് ഡ്രൈ ആയിട്ടുള്ള ഫെനുഗ്രീക്കിൻ്റെ ലീവ്സാണ്, അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് ബട്ടർ മസാലയ്ക്ക് ബട്ടർ വേണമല്ലോ, അപ്പോൾ ബട്ടർ ഇട്ടു. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കുറച്ച് ക്രീമും കൂടെ ഒഴിച്ചിട്ട് അതങ്ങ് മൂടി വെക്കുകയാണ്. അപ്പോൾ ആ ചൂടിലിരുന്ന് ബട്ടർ പതിയെ അതിനകത്ത് മെൽറ്റായി വരുമ്പോൾ ആ കറിക്കൊരു ഭാര ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് പനീർ വറുത്തെടുക്കുകയാണ്. ഇതുവരെ നമ്മൾ പനീർ ചേർത്തിട്ടില്ല. അപ്പോൾ അവസാനമാണ് പനീർ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ പനീർ ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ചൊന്ന് വറുത്ത പനീറാണ് ഇഷ്ടം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. എളുപ്പമല്ലേ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഇങ്ങനത്തെ ഉള്ള കറികളൊക്കെയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുകയാണ്. എല്ലാം പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 3-4 ആയി കഴിയുമ്പോൾ ഞാൻ ചുട്ടു തുടങ്ങും. അപ്പോൾ ചുടണത് ഒരു സൈഡിൽ കൂടെ നടക്കും, പരത്തുന്നതും നടക്കും. അങ്ങനെ ഒരു 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് എല്ലാവരും കഴിക്കുള്ളൂ. ചെറിയ ചപ്പാത്തിയാണ്, ആരോടും ഇഷ്ടമാണ് ചപ്പാത്തി കഴിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ തവയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ്. പക്ഷേ അതിൽ നിന്ന് ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കും. കുറച്ച് എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ പുക വരാറുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി എല്ലാം റെഡിയായി. ഇനി ഞാൻ കഴിക്കാൻ പോവാണ്. സാധാരണ ഡിന്നർ നേരത്തെ കഴിക്കുന്നവരാണ് ഞങ്ങൾ. ഇന്ന് കുറച്ച് വൈകിട്ടുണ്ട്, എന്നാലും സാരമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വ്ളോഗുകളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വ്ളോഗുകൾ ഇഷ്ടമുള്ളവർ അതെല്ലാം ഒന്ന് പോയി കണ്ടു നോക്കണം. ഞങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെക്കുറിച്ചുള്ളൊരു ഇൻട്രോ വീഡിയോ പോലെ ഞങ്ങൾ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഗുലാബ് ജാമുനും ഐസ്ക്രീമും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. ഗുലാബ് ജാമുൻ്റെ ഒപ്പം വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ ഭാര ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ കല്യാണങ്ങൾക്കൊക്കെ കിട്ടില്ലേ, ഓർക്കണല്ലേ നിങ്ങൾ? ഇതുപോലെയല്ലേ കിട്ടുക. അപ്പോൾ ആ ഒരു നൊസ്റ്റുമാണ് കേട്ടോ. അങ്ങനെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഗുലാബ് ജാമുൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ.